ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളിൽ ഒരുപാട് തട്ടിപ്പുകളാണ് പുറത്തു വരുന്നത്. അതിൽ കൂടുതലും ആശുപത്രികളുമായി ഒത്തുചേർന്നുള്ള തട്ടിപ്പും പിന്നെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷുറൻസ് തുക കമ്പനി നൽകാതിരിക്കുന്നതും സർവ്വസാധാരണമായി. അതുകൊണ്ടെന്താ, ഇൻഷുറൻസ് ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ ധൈര്യമായി ആശുപത്രിയിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭീമമായ തുക ബില്ല് വരുമ്പോൾ അടയ്ക്കാൻ നെട്ടോട്ടം ഓടുന്നത് പതിവ് കാഴ്ചയായി. ഒരു അസുഖമായി ആശുപത്രിയിൽ ചെല്ലുമ്പോഴേ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ടെസ്റ്റുകളും ഒന്ന് നടത്തി അത്യാവശ്യം കൊള്ളാവുന്ന മുറിയൊക്കെ തുറന്നു തരും. ഒടുവിൽ ബില്ലിടുമ്പോൾ പരമാവധി തുകയിടും. ഇൻഷുറൻസ് കമ്പനി അല്ലേ പൈസ തരുന്നത്, അല്ലാതെ രോഗിയല്ലല്ലോ. ഒടുവിൽ ഇൻഷുറൻസിന്റെ വാല്യുവേറ്റർ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോയിട്ട് ആ ബില്ലുകളെല്ലാം റിജക്റ്റ് ചെയ്യും. ചില നിസാര കാരണം പറയുന്നത് കേട്ടാൽ അന്തം വിട്ടുപോകും. കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരത്തിനിടെ പറഞ്ഞത് ഒരു നിസാര കാരണം പറഞ്ഞ് ഇതുപോലെ ചികിത്സാ ബില്ല് റിജക്റ്റ് ചെയ്ത സംഭവമാണ്. അയാളുടെ ഭാര്യ കടുത്ത വയറുവേദനയുമായി ചികിത്സ തേടി ഒരു ആശുപത്രിയിൽ ചെന്നതാണ്. ഗൈനക്കോളജിനെ കണ്ടപ്പോൾ അഡ്മിറ്റ് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തിച്ചു. 4 ദിവസം ഇഞ്ചക്ഷൻ മരുന്നും ഒക്കെയായി അവിടെ കിടത്തി. ഒടുവിൽ പറഞ്ഞു സർജറി ചെയ്യണമെന്ന്. സർജറി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ദേഷ്യപ്പെട്ടു. ഒടുവിൽ സർജറി ചെയ്തില്ല. വേദന അല്പം കുറഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. ബില്ല് വന്നപ്പോഴോ ഞെട്ടി. ഏകദേശം 1,00,000 രൂപ. ഇൻഷുറൻസ് തുക കിട്ടിയില്ലെന്നും രോഗി അടയ്ക്കണമെന്നും ആശുപത്രിക്കാർ പറഞ്ഞു. ഇൻഷുറൻസുകാരോട് അന്വേഷിച്ചപ്പോൾ കിടത്തി ചികിത്സിക്കേണ്ട തരത്തിലുള്ള അസുഖമൊന്നും ഇല്ലെന്നും അതുകൊണ്ട് ബില്ല് പാസ്സാക്കാൻ പറ്റില്ലെന്നുമാണ് അറിയിച്ചത്. പിന്നീടാണ് അറിഞ്ഞത് ഡോക്ടറുമായുള്ള ഒത്തുകളിയാണ്. കാരണം ഓപ്പറേഷൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞതിലെ ചുരുക്ക്. ഓപ്പറേഷൻ ചെയ്തിരുന്നുവെങ്കിൽ നല്ലൊരു തുക ഫീസായി ഡോക്ടർക്ക് കിട്ടിയേനെ. അത് കിട്ടാതെ വന്നതിലുള്ള ദേഷ്യമാണ് തീർത്തത്. അതുപോലെ ഇൻഷുറൻസ് എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ചികിത്സാ ചെലവുകൾ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് നമ്മുടെ വരുമാനത്തിലും വർധനവ് വന്നില്ലെങ്കിൽ പ്രതിസന്ധികൾ അനേകമുണ്ടാകാം. ഈ ഒരൊറ്റ കാര്യം മുന്നിൽ കണ്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ ആശ്രയിക്കുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ അതിൽ ചേരുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കണം. പ്രതിവർഷം ചികിത്സാ ചെലവുകൾ 10 മുതൽ 12% വരെ വർദ്ധിച്ചേക്കാം. നിലവിൽ മതിയെന്ന് നമ്മൾ വിചാരിക്കുന്ന പോളിസികൾ ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന ചെലവുകൾക്ക് മതിയായെന്ന് വരില്ല. അതിനാൽ തന്നെ ഉപഭോക്താവ് കുറഞ്ഞത് 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ കവറേജ് ഉറപ്പാക്കുന്ന പോളിസി വേണം തിരഞ്ഞെടുക്കാൻ. നിലവിലുള്ള പോളിസിയെ കൂടാതെ ഒരു ടോപ്പ് പ്ലാൻ എടുക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ പോളിസി തുകയേക്കാൾ ഭാവിയിൽ ചികിത്സാ ചെലവ് വന്നാൽ ടോപ്പ് പ്ലാനിലൂടെ പ്രശ്നം പരിഹരിക്കാം. പോളിസിയിൽ ചേരുമ്പോൾ നിലവിൽ നിങ്ങൾക്കുള്ള രോഗങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ചേർക്കേണ്ടതുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ കവറേജ് കൃത്യസമയത്ത് ലഭിക്കണമെന്നില്ല. പോളിസിക്കായുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിവരങ്ങൾ കൃത്യമായി നൽകാൻ ശ്രദ്ധിക്കണം. അതുപോലെ പോളിസിയുടെ കാലയളവ്, നിക്ഷേപം, കവറേജ് തുടങ്ങിയവയും ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കണം. ആദായ നികുതി വകുപ്പിലെ സെക്ഷൻ D പ്രകാരം പോളിസിയിലൂടെ നികുതി തുക ലാഭിക്കാൻ സാധിക്കും. അതിലുപരി കുടുംബാംഗങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന രീതിയിലുള്ള കവറേജ് ഉറപ്പിക്കുകയും ചെയ്യണം.